തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലെ മഹാദുരന്തത്തിൽ നടുക്കുന്ന ഓർമ്മകൾ പങ്കുവച്ച് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട തൊഴിലാളി വിൻസെന്റ് രംഗത്തെത്തിയിട്ടുണ്ട്. സ്ഫോടനം നടക്കുന്ന സമയത്ത് 30-ൽ താഴെ ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂവെന്ന 48 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വിൽസൺ ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മണിക്കൂറുകൾക്ക് മുൻപ് മറ്റൊരു മാധ്യമം ഈ പടക്ക നിർമ്മാണശാലയിൽ എത്തുകയും ഇവരുടെ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. അവരോടൊപ്പം ഇരുന്ന് ആടിയും പാടിയും പാട്ടുപാടിയും ഉല്ലസിച്ച് പടക്കമുണ്ടാക്കുന്ന വീഡിയോകൾ ചിത്രീകരിച്ചു മടങ്ങി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ഇത്തരമൊരു ദുരന്ത വാർത്ത പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം പാട്ടുപാടി നിൽക്കുന്ന ഈ വിൽസൺ എന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ പിന്നീട് കാണുന്നത് കരഞ്ഞ് നിലവിളിച്ചു നിൽക്കുന്ന വീഡിയോ ആണ്. എന്തെന്ന് അറിയാത്ത ഒരു ഒച്ചയായിരുന്നു. വലിയ ഒച്ച കേട്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ആ സ്ഥലത്ത് നിന്ന് ഓടാൻ തീരുമാനിച്ചു. പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. സ്വന്തം ജീവൻ രക്ഷിക്കാനേ മറ്റുള്ളവരെ പോലെ ഞാനും ശ്രമിച്ചുള്ളൂ. അവിടെ നിന്ന് ഓടുകയായിരുന്നു ഞാൻ ചെയ്തത്. ഇനി ഞാൻ ഒരിക്കലും ഈ പണിക്ക് നിൽക്കില്ല. ഞാൻ ഇവിടെ പണിക്ക് പോകണ്ട എന്നാണ് മക്കൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും വർഷമായി ഞാൻ ഇവിടെ ജോലി ചെയ്യുകയാണ്. ഈ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കൾക്കിപ്പോൾ ടെൻഷനായി. അതുകൊണ്ട് തന്നെ ഇനി ഈ ജോലിക്ക് പോകണ്ട എന്നും ഈ തീക്കളിക്ക് നിൽക്കണ്ട എന്നാണ് മക്കളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജോലി നിർത്തുകയാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ മരിച്ചു വീഴുന്ന കാഴ്ച കണ്ട് എനിക്ക് ഒന്ന് നേരെ നിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് വിൽസൺ പ്രതികരിച്ചു. അപകടം നടന്ന ഉടൻ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയെല്ലാം സുരക്ഷിതമായി മാറ്റാൻ സാധിച്ചുവെങ്കിലും കാലിന് അസുഖമുള്ളതിനാൽ ലൈസൻസി സതീഷിന് വേഗത്തിൽ ഓടി മാറാൻ കഴിഞ്ഞില്ലെന്ന് തന്നെയാണ് അദ്ദേഹം വേദനയോടെ ഓർക്കുന്നത്. മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇനി ഈ അപകടം പിടിച്ച ജോലിക്ക് താൻ ഇല്ല എന്നും തൊഴിലിലേക്ക് തീരുമാനിച്ചത് വിൻസൺ പറയുന്നുണ്ട്. ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസത്തിലാണ് മരണത്തിൻ്റെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടത്. അതേസമയം തിങ്കളാഴ്ച വൈകിട്ട് 3:30 നടന്ന ഈ ദാരുണ സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണം 13 ഉയർന്നു. 11 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. ഇപ്പോൾ 2 പേർ വെന്റിലേറ്ററിലാണ്. അതിലൊരാൾ കൂടി മരിച്ചതായി വിവരം വരുന്നുവെങ്കിലും അതിൻ്റെ സ്ഥിരീകരണമൊന്നും പുറത്തു വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആ വാർത്തയെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനായി രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്ററിൽ നിന്നും വിദഗ്ധ സംഘം തൃശ്ശൂരിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേഡാർ നായകൾ ഇപ്പോൾ ആ പരിസരമാകെ പരിശോധിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും ബാക്കി അവശിഷ്ടങ്ങൾ ലഭിക്കുമോ, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ തീപിടുത്തം ഉണ്ടായത് എന്നതുൾപ്പെടെ അന്വേഷിക്കാൻ ഈ നായ്ക്കളുടെ സഹായം തേടാൻ തന്നെയാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇതിലൂടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ കൃത്യമായ കാര്യങ്ങൾ പരിചരിച്ച് സംസാരിക്കാനും ഒക്കെ തന്നെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ തവണയും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സങ്കടം തന്നെയാണ് പറയാനുള്ളത്. അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെയധികം വിഷമമായി മാറുന്നു എന്നും പ്രതികരണത്തിലൂടെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെയധികം തന്നെ വേദനാജനകമായ വാർത്തയായി മാറുന്നു.